ആനക്കലോ ഒച്ചത്തെ പറയുന്നേ തോണ്ടി നീ പറയുന്ന ഞാൻ തോണ്ടത് നീ പറയാന്നാ പറയുന്നത്. കുറച്ച് അങ്ങോട്ട് കല്ല് എന്റെ മടിയിൽ കഴിഞ്ഞിരിക്കുന്ന. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ രണ്ടാളുടെയും കയ്യിൽ കുറച്ച് പെർഫ്യൂം കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പൊ വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ കയ്യിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഒരു പെർഫ്യൂമാണ്. ഇപ്പോൾ ലിപ്സ്റ്റിക്കിന്റെ പറഞ്ഞ് പെട്ടെന്ന് കിട്ടുന്നില്ല. പെർഫ്യൂമാണ് കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പെർഫ്യൂം. ഇത് ടോം ഫോർഡിന്റെ ബ്ലാക്ക് ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. നല്ല സ്മെല്ലാണ്, നല്ല അടിപൊളി സ്മെല്ലാണ്. എന്ത് സ്മെല്ലാണ് നോക്കിയാ. ഇഷ്ടമായില്ല? ഓണായിരുന്നു. നമുക്ക് ഇഷ്ടമാണ് ഈ സ്മെല്ല്. നല്ല സ്മെല്ല്. എനിക്ക് ഇഷ്ടമില്ല. ഫസ്റ്റ് അടിച്ചിട്ട് സ്മെല്ല് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യണം. എന്ത് സ്മെല്ല? ചന്ദനത്തിന്റെ അല്ലേ? അതൊക്കെ സാൻഡലിന്റെ ആ ഒരു സാൻഡലിന്റെ ആ ഒരു ടൈപ്പ് സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിന്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇത് തീർന്നാൽ അടുത്തത് വാങ്ങിക്കും. അത്രയും അടിപൊളി സ്മെല്ലാണ്. അടുത്തത് മുച്ചിൻ്റെ ലിപ്സ്റ്റിക് പെർഫ്യൂം. അടുത്തത് മുച്ചിൻ്റെ പെർഫ്യൂമാണ്. ഇനി എൻ്റെത് കാണിക്കാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് എല്ലാം ഫേവറേറ്റാണ്. ഞാൻ ഭയങ്കര പെർഫ്യൂം അഡിക്ഷനാണ്. അപ്പം എൻ്റെ അടുത്ത് കുറേ പെർഫ്യൂം ഉണ്ട്. അതിൽ ഫസ്റ്റ് കാണിക്കാന്ന് വെച്ചാൽ ഈ ഒരു പെർഫ്യൂമാണ്. പേര് കാണുന്നുണ്ടോ എന്നറിയില്ല. എറ്റേണിറ്റി ഫോർ വുമൺ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ പയ്യെ കാണിച്ചു കേട്ടോ. ഇതാണ് ഇപ്പോഴുള്ള എൻ്റെ അടുത്തുള്ളത്. എന്താ നല്ല സ്മെല്ലാണ്. ഇഷ്ടമുള്ളതെല്ലാം നല്ല സ്മെല്ലായിരിക്കും. സോറി കേസ് അനക്കല്ലേ തന്നെ നീ ഒറ്റ കളിക്കുന്ന. കുറച്ച് വെയിറ്റ് ചെയ്യടാ. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇത് എന്തിന്റെ സ്മെല്ലാ? ഒരു മതിർക്കുന്ന സ്മെല്ല് എന്നല്ലോ. നമ്മൾ ചില മധുരമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ല് ഒരു മധുരമുള്ള അങ്ങനെ നമുക്ക് ഭയങ്കര കുത്തുന്ന പോലത്തെ അങ്ങനത്തെ സ്മെല്ലൊന്നും നല്ലൊരു സ്മെല്ലല്ല. കാണാൻ നല്ല ബോട്ടിലല്ലേ. അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ പെർഫ്യൂം, എറ്റേണിറ്റി ഫോർ വിമൺ. ഓക്കെ, ഇനി എൻ്റെ രണ്ടാമത്തെ പെർഫ്യൂം. ഇത് ടോമിയുടെ ഒരു പെർഫ്യൂമാണ്. ഇത് കുഴപ്പമില്ല, അങ്ങനെ ഭയങ്കര നല്ല സ്മെല്ല് എന്നൊന്നും പറയാനില്ല. ഒരു കുഴപ്പമില്ലാത്ത സ്മെല്ലാണ് ഇതിൻ്റെ. അടിച്ചോ, ഇത് മൊത്തം അടിച്ചത് തലവേദന. ഇത് ഡെയിലി വെയറിന് പറ്റിയൊരു പെർഫ്യൂമാണ്. നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ല. ഈ ഒരു ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. ഈ ഒരു പെർഫ്യൂം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ, കല്യാണം അങ്ങനെയെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല. ഇതങ്ങനെ ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നുമല്ല. ചില ആൾക്കാർ ചില പെർഫ്യൂം അടിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തലവേദന. അത് സൈഡിലേക്ക് പാസ് ചെയ്താൽ തന്നെ നമുക്ക് ഭയങ്കര തലവേദന വരാൻ തുടങ്ങും. ഇത് അങ്ങനത്തെ ഒരു പെർഫ്യൂം അല്ല, ഡെയിലി വെയറിന് പറ്റിയൊരു പെർഫ്യൂമാണ് ഇത്. എൻ്റെ നെക്സ്റ്റ് പെർഫ്യൂം വന്നിട്ട് ഈ ഒരു പെർഫ്യൂമാണ്, യൂസുഫ് ബായ്. യൂസുഫ് ബായ് ഇപ്പം അധികം എല്ലാവർക്കും അറിയുന്ന ഒരു ഇത് തന്നെയാണ്. അറിയില്ലാത്തവർ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. വിവാദങ്ങളൊന്നും വേണ്ട നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ തിരിയുന്നുണ്ടോ എന്ന് അറിയില്ല. ഓൾമോസ്റ്റ് ഇത്ര എത്തി. ഓക്കെ, പക്ഷെ ഇത് കണ്ടാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് ഇത്രത്തോളം ഉപയോഗിച്ചു. പക്ഷെ ഇതൊരു ഡെയിലി യൂസിന് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇതൊരു അറബിക് ടച്ചാണ്. ഞാൻ കൂടുതൽ അബയാസ് യൂസ് ചെയ്യുന്ന സമയത്ത്, പർദ്ദ ഇട്ടിട്ട് പുറത്തു പോകുന്ന സമയത്താണ് ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യാൻ. എനിക്ക് ഇതെല്ലാം ട്രൈ ചെയ്തല്ലേ, നമുക്ക് തോന്നുന്നില്ല ഇവക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലല്ലോ. എന്ത് സ്മെല്ലാന്ന് ചോദിച്ചാല് നമ്മളൊരു എരിവുള്ള സ്മെല്ല്. ഊതാണ് സംഭവം. ഒരു എരിയുന്ന സ്മെല്ല് പ്ലസ് നമുക്കൊരു ചന്ദനത്തിരിയില്ലേ, സംഭവം. ആ ഒരു ചന്ദനത്തിന്റെ സ്മെല്ല് എന്താണ് പർദ്ദ യൂസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഒന്നുകൂടെ ഉണ്ട് കേട്ടോ ഇതേപോലത്തെ. അത് യൂസ് ചെയ്യും. അടുത്തൊരു പെർഫ്യൂം വന്നിട്ട് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോട്ടിലുള്ള ഒരു പെർഫ്യൂമാണ്. ഇതാണ് ആ ഒരു പെർഫ്യൂം. ഇത് കാണുന്നില്ല കേട്ടോ, ഈ ഗ്ലാസിന്റെ മേലെ ഭയങ്കര ലൈറ്റ് ആയിട്ട് പേര് എഴുതുന്നുണ്ട്, എത്ര കാണില്ല. ലവ്ലി എന്നാണ് ഇതിന്റെ പേര്.
സാറ ജെസിക്ക പാർക്കറിൻ്റെ ആണ്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു പെർഫ്യൂമാണ്. ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. എഴുത്ത് നല്ലുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് ഇതിന്റെ ബോട്ടിൽ എന്ന് പറയുന്നത്. മാത്രല്ല ഇതിന്റെ സ്മെൽ അത് പറയട്ടെ ആള്. സോറി. അറിയുന്നുണ്ട്. അടിപൊളി. ഇതിന്റെ സെയിം ഇല്ലേ അതിലത്തെ ഏതോ ഒന്നുണ്ട്. എന്താ സ്മെല്ല്? ഒരു സോഫ്റ്റ് സ്മെല്ലാ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എവറിഡേക്കൊക്കെ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. ഇതിന്റെ ഈ ഒരു പെർഫ്യൂമിന്റെ ഒക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയൊരു പെർഫ്യൂം ആണെങ്കിൽ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്തുണ്ടിരിക്കും. ഒക്കെ മാത്രം ക്യൂട്ടായ കോമ്പറ്റീഷൻ. എൻ്റെ അടുത്തുണ്ട് ഒരു ക്യൂട്ട് ബോട്ടിൽ. ഈ ഒരു ബോട്ടിൽ കാണാൻ ഭയങ്കര രസാട്ടാ. പക്ഷെ കാണാനേ രസമുള്ളൂ. പെന്നിന്റെ നമുക്കിങ്ങനെ കൊണ്ട് കൊഞ്ചിക്കാൻ തോന്നുന്നു പറയില്ല അങ്ങനത്തെ. പക്ഷെ ഞാൻ കണ്ടാൽ മനസ്സിലാ ഒറ്റ യൂസ് പോലും ചെയ്തിട്ടില്ല. ഫുൾ നിറച്ചു ഇതുണ്ട്. അത്തറല്ല. ഈ ഊതും അത്തറും അല്ല എന്താ വ്യത്യാസം? ഊതിന്റെ അങ്ങനെയല്ല. ഊത് മീൻസ് ഒരു ഇതാണ്. ഇതേപോലെ ഓരോ സ്മെല്ലല്ലേ. അതൊരു ഊതിന്റെ ഒരു സ്മെല്ല് എന്നുള്ളൂ. മറ്റൊരു എന്താ പറയാ ചന്ദനത്തിരി അങ്ങനത്തെ ഒരു അറബിക് ടച്ച് ഉണ്ടാവും. പിന്നെ പെർഫ്യൂം എന്ന് പറയുമ്പോ ഇങ്ങനെ ബോട്ടിൽ വരും. അത്ര എന്ന് പറയുമ്പോ ചെറിയൊരു അത്ര എന്ന് പറയുമ്പോ ചെറിയൊരു അങ്ങനെ ആയിരിക്കും വിചാരിക്കും. എന്താണിത്? അതല്ല ഞാൻ പറഞ്ഞേ. വൃത്തി രസമല്ലേ? സത്യം പറഞ്ഞ മൊഞ്ച് കണ്ടിട്ട് വാങ്ങിയതാട്ടോ. ഞാനല്ല വാങ്ങിച്ചത്. എനിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് എൻ്റെ ഫാമിലിക്ക് അറിയാം. അങ്ങനെ എനിക്ക് കിട്ടിയതാ. പക്ഷേ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഒറ്റ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഭയങ്കര വൃത്തിയായിട്ട് സ്മെൽ. ആരും വാങ്ങിച്ചു പോയിരുന്നിട്ടാ. ആദ്യം കൊടുക്കുകയും ചെയ്തു ഇല്ല. അതുകൊണ്ടാണ് കിട്ടിയത് അതുപോലെ വെച്ചിട്ടുള്ളത്. പക്ഷെ കാണാൻ അടിപൊളി അല്ലേ? കാണാൻ നല്ല ബാക്ക്ഗ്രൗണ്ട് 2 കളർ ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോട്ടിൽ. എന്തെങ്കിലും വീഡിയോയിൽ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള വെക്കാൻ അടിപൊളി. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലെടുക്കുന്ന ഇട്ടും അവിടെ ഉപയോഗിച്ചാൽ കാണും മനസ്സിലാവും. ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. അടുത്ത പെർഫ്യൂം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു പെർഫ്യൂമാണ്. അതാന്ന് അറിയണോ നിങ്ങൾക്ക്? തുപ്പി കാണിച്ചതാ. കഴിഞ്ഞ കൊല്ലം ഒരു വർഷം ഇല്ല അല്ലേ, 1 വർഷം മുന്നേ മുച്ചി ഗൾഫ് പോയ സമയത്ത് കൊണ്ടു തന്നൊരു പെർഫ്യൂമാണിത്. പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. ഇതൊരു ഊത് ടൈപ്പാണ് അല്ലേ? ഊതല്ല ഇത്. എനിക്ക് ഈ ഊത് അത്തറ് പെർഫ്യൂം സ്പ്രേ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ സ്മെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു ഇതും നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. പക്ഷെ അടിപൊളി പെർഫ്യൂമാണ്. ഇവിടെ യൂസ് ചെയ്യാനുണ്ട്. അത്രയായി പകുതിയായി ഞാൻ ഉപയോഗിക്കാറുണ്ട്. നല്ല പെർഫ്യൂം കേട്ടോ. ഇത് അത്തറാണോ ഊതാണോ എന്ന് എനിക്കറിയില്ല. ഇതെന്താ മുച്ചി? പെർഫ്യൂമിൻ്റെടാ, ഊതൊന്നല്ല. ഊതൊന്നല്ല, ഇത് പെർഫ്യൂം തന്നെയാണ്. നല്ല പൊളി സ്മെല്ലാണ് കേട്ടോ. ഇത് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. കണ്ടോ, സൂപ്പർ സാധനമാണ്. പറ്റുന്നവർ അല്ലെങ്കിൽ കിട്ടുന്നവർ എന്തായാലും വാങ്ങിക്കാം, ട്രൈ ചെയ്യാം അല്ല വെച്ച് കേട്ടോ. നല്ല ബോട്ടിൽ BMW അത് ഇത് വണ്ടി എടുക്കണ്ടേ സ്വന്തമായിട്ട്? ഞാൻ നല്ല അടുത്തൊരു ബോട്ടിൽ എൻ്റെ കയ്യിലുള്ള ബോട്ടിലില്ലേ, അത് കളയാൻ തോന്നൂല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളയാൻ നമുക്ക് തോന്നുകയും ചെയ്യില്ല. കാരണം കാണാൻ നല്ല രസമുണ്ടോ. നല്ല ബോട്ടിൽ കേട്ടോ, അടിപൊളി. എന്നാ ഇതിന്റെ പേരെന്താണ്? സുപ്രീമസി അഫ്നാൻ. അങ്ങനെ ഞാനങ്ങനെ ഒരു ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഞാൻ മൈഗ്രെയിൻ്റെ ആളാണ്. അപ്പോൾ സ്മെല്ല് ചെയ്തിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്മെല്ലാണെങ്കിൽ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. നോക്കട്ടെ സ്മെല്ല് എന്തെങ്കിലും. ബോട്ടിൽ അടിപൊളിയാണ്. ഇതിന്റെ സ്മെല്ല് എങ്ങനെയാണ് നോക്കാം. റബ്ബ് ചെയ്യണം. മണം വരാത്ത പോലെ. നിനക്ക് കൊറോണയാണ് പോവാറുണ്ട് ശരിക്കും. ഞാൻ കുറെ നേരം മണക്കുന്നു. അതെല്ലാം കൂടി മിക്സ് ആയിട്ടിരിക്കും. നല്ല സ്മെല്ലാണ്. പക്ഷെ ഇങ്ങനെ ഭയങ്കര അടിച്ച് ചെയ്ത സ്മെല്ലാണ്. പക്ഷെ 2-3 പ്രാവശ്യം ഇങ്ങനെ മണം പിടിക്കുന്ന സമയത്ത് പോവാറുണ്ട്.
2-3 പ്രാവശ്യം ഇങ്ങനെ മണത്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ സ്മെല്ല് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ആണ്. ഇത് പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ഇത് നിൽക്കും കുറച്ച് അധികം നേരം. അതൊരു ഇതുണ്ട്. അതാണ് എൻ്റെ നെക്സ്റ്റ്. ഞാൻ ഇതിന്റെ എന്താ പറയട്ടെ, ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇത് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റുമോ, ഇത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാലും ഇതിൻ്റെ സ്മെല്ല് അതേപോലെ തന്നെ നിൽക്കും. അത്രയും അടിപൊളിയായിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പം ഓക്കെ അല്ലേ, സെറ്റല്ല. ഇതാണ് എൻ്റെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ പെർഫ്യൂം. എൻ്റെ കയ്യിലുള്ള സിൽവർ. ആണോ? സ്വർണ്ണവും സിൽവർ ഭയങ്കര പൈസയായി ഇപ്പൊ സ്വർണത്തിന് സിൽവറിന്. കോസ്റ്റ്ലി അല്ല, എക്സ്പെൻസീവ് അല്ലാത്തൊരാണ്. എന്താണ് ഇത്? സ്വർണത്തിന്റെ പെർഫ്യൂം കേട്ടാ. ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഒരു സ്വർണത്തിന്റെ കളറുള്ള പെർഫ്യൂമാണ്. ഞാൻ തള്ളിയതാട്ടെ, നിങ്ങളത് വിശ്വസിക്കണം. ബുദ്ധിമുട്ടല്ലോ. നല്ല ഇല്ലേന്നോ? നല്ലത്. ഈ ഒരു പെർഫ്യൂം ഇത് കാണാൻ നല്ല അടിപൊളിയാണ്. കണ്ടോ ഈ ഒരു ബോട്ടില് അല്ലെങ്കിൽ കളറ്, എനിക്ക് ഈ ഒരു കളറാണ് എന്നാ തോന്നുന്നു. അറിയാം പണ്ടത്തെ തറവാട് വീടില് അതിന്റെ ജനല് കണ്ടില്ല നിങ്ങൾ? പച്ച, ചുവപ്പ്, മഞ്ഞ, അതേപോലത്തെ ഒരു പാക്കേജിങ് ആണ് ഇതിൻ്റെ. കണ്ടോ? അതുപോലെ ഭയങ്കര ക്യൂട്ടാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി ഇതിന്റെ സ്മെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനല്ലേ പറയണ്ടത്? ഇതിനൊരു കുത്തല സ്മെല്ലുണ്ട്. ഇതൊരു സോപ്പ് ഉണ്ടല്ലോ, കുറച്ച് ഹെവിയാണ്. സോപ്പിന്റെ ഒരു സ്മെല്ലില്ലേ? ഒരു സോപ്പിന്റെ ഒരു സ്മെല്ല് വരുന്ന ഒരു പെർഫ്യൂമാണിത്. എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് പോക്കറ്റിൽ നമുക്ക് ഇങ്ങനെ ബാഗിലെല്ലാം കൊണ്ടുനടക്കാം അല്ലേ? അങ്ങനത്തെ ബാഗിലൊക്കെ കൊണ്ടുനടക്കാം. നമുക്കിപ്പോ കൊണ്ടുനടന്നിട്ട് കാര്യമില്ല, മണം പോലെ തീരെ ഭംഗി കൊണ്ട് എടുത്തു വെക്കുന്ന സംഭവം അല്ലേ? ചില പെർഫ്യൂമുകൾ അങ്ങനെയാണ്, നമുക്ക് കണ്ടിഷ്ടായിട്ട് അങ്ങനെ നമ്മൾ എടുക്കും. അതിന്റെ ഔട്ട്ലുക്ക് കാണുമ്പോൾ വിചാരിക്കും അടിപൊളിയാണ്. പക്ഷെ സ്മെല്ല് ചിലത് തീരെ അബദ്ധമായിരിക്കും. നമുക്ക് എന്തിനാ വാങ്ങിയെന്ന് പോലും തോന്നിപ്പോ. സോപ്പിന്റെ അല്ല, പക്ക നമ്മള് സോപ്പൊക്കെ പൊതിർത്ത് വെക്കൂലെ, ആ ഒരു സ്മെല്ലാണിത്. എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. ഭയങ്കര കാലമായിട്ട് കുറേ നേരം ഇരിക്കുന്നു. അപ്പൊ നമ്മള് ഇരുത്തത്തിന്റെ പൊസിഷനെല്ലാം ഒന്ന് മാറ്റിയതാണ്. അയ്യോ, അടുത്തതാ ഈ ഒരു പെർഫ്യൂമാണ്. ഇതിലൊന്നുമില്ല, ഫുൾ മൊട്ട അടിച്ചു കളഞ്ഞ. ഇതൊന്നും ഇത് വെച്ചത് ഞാൻ പറയാ ഒന്നും കളയാറില്ല. ലൈക്ക് അത് ഗിഫ്റ്റ് കിട്ടിയതല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കണം. ശരിക്കും അതൊരു നല്ല സ്വഭാവമല്ല. നമുക്ക് ആവശ്യമില്ലാതെ നമുക്ക് കളയാം. പക്ഷെ എനിക്കെന്തോ അങ്ങനെ കളയാൻ തോന്നിട്ടില്ല. അത്രക്ക് ഞാൻ യൂസ് ചെയ്ത് ഒന്നുമില്ല ഇതിനകത്തൊരു. ഇത് പിന്നെ വാങ്ങിച്ചിട്ടില്ല? ഇല്ലടാ, ഞാനിങ്ങനെ പുതിയത് ട്രൈ ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡ്ലി അങ്ങനെ. അത് ഞാൻ പറയാം, നമുക്ക് എല്ലാം എൻ്റെ ഫേവറേറ്റാ. മണപ്പിക്ക അങ്ങനെ കിട്ടുമോന്ന് അറിയില്ലടാ. എന്താ സ്മെല്ല് എന്തിന്റെ? വന്നല്ലോ. അത് പോയതാണ് വെച്ചതിന്റെ ഇത് കഴിഞ്ഞു. അതിന്റെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്മെല്ല് അറിയുന്നില്ല. അതിന്റെ ആത്മാവടക്കം പിഴിഞ്ഞെടുത്തിനാള്. അതുകൊണ്ട് സ്മെല്ല് അറിയാൻ പറ്റുന്നില്ല. അത്രയും ഉപയോഗിച്ചിന്. എനിക്കത് കൂട്ടത്തിൽ ഇതാന്ന് തോന്നുന്നു. ഇങ്ങനെ ആയത് കാലി. ഗൈസ്, എന്റെ പെർഫ്യൂം കളക്ഷൻ തീർന്ന്. ഈ മൊത്തം ഉച്ചയൊക്കെ നോക്കിയിരിക്കുന്നേ. ഇനി മൊത്തം ഉച്ചയിലേക്കാണ് എന്റെ 2 കണ്ണും പോവാ. ഓക്കെ, അടുത്തത് ഇത് എറ്റേണിറ്റി. നേരത്തെ ഞാൻ വുമന്റെ കാണിച്ചത്. ഇനി ഞാനാ കാണിക്കും. നീ പറയും, ഞാൻ ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഇത് എറ്റേണിറ്റിയുടെ നേരത്തെ വുമന്റെ കാണിച്ചില്ലേ? ഇതിന്റെ തന്നെ മെന്നിൻ്റെതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. നീ അങ്ങനെ യൂസ് ചെയ്യും. ഇത് ഭാര്യയും ഭർത്താവാണ്. ഇത് ഭാര്യ, ഇത് ഭർത്താവ് അല്ലേ? കപ്പിൾ. ഞാൻ ചോദിക്കട്ടെ, നീ അങ്ങനെ മെൻസ് വുമൺ അങ്ങനെ നോക്കി വാങ്ങിക്കണ്ട? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം ചിലതില് മെൻസിന്റെ പെർഫ്യൂമില് അടിപൊളി സ്മെല്ലാണ്. അപ്പൊ നമുക്കത് എടുത്താലോ എന്ന് തോന്നും. യൂസേജ് കണ്ടാൽ തന്നെ ഞാൻ വുമണിനേക്കാളും യൂസ് ചെയ്തേക്കുന്നത് മെന്നിൻ്റെതാണ്. അപ്പൊ അതിന്റെ തന്നെ ഒരു മെന്നിൻ്റെതാണ്. അടിപൊളിയാണ്. ചിലത് പാർട്ടിയിലൊക്കെ പോവാണെങ്കിൽ ഒന്ന് ഷോ ഓഫ് നടത്താനുള്ള പറ്റിയ അടിപൊളി സ്മെല്ലാണ്. കുറച്ച് വെയിറ്റ് ചെയ്യാം. എനിക്കത് മൊത്തം പെർഫ്യൂംസ് ആയിട്ടില്ല, ചിലപ്പോൾ മിക്സ് ആയിട്ട് സ്മെല്ല് കിട്ടാം. ഞാൻ ഇങ്ങനെ അറിയുന്നുണ്ട്. അടിപൊളി സ്മെല്ലാണ്. ലോങ് ലാസ്റ്റിംഗ്. നല്ല അത്യാവശ്യം നല്ലൊരു സ്മെല്ലാണ്. നല്ല അടിപൊളി സ്മെല്ലാണ്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പാർട്ടി എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കും. ഞാൻ എൻ്റെ അടുത്തത് നമ്മൾ ഏതെടുക്കും? നല്ല ബോട്ടിലാണ് കേട്ടോ. ഇത്
ഇത് പെർഫ്യൂമാ അല്ലെങ്കിൽ പെർഫ്യൂമാണ്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ വരികണ്ട. ഇത് നേരത്തെ പോലെ ബോട്ടിൽ ക്യൂട്ടാന്ന അല്ലെങ്കിൽ സ്മെല്ല് അല്ല, സ്മെല്ലും അടിപൊളി സ്മെല്ല്. ഇനി എന്റെ കാലിന് രണ്ട് കൈ കൊടുത്ത് തീർന്നു. മൊത്തത്തിൽ മിക്സ് ആയിരിക്കും. ഇതൊരു പഴത്തിന്റെ സ്മെല്, ബബിൾ ഗം. ഇത് ബബിൾ കത്തിന്റെ സ്മെല്ലാണ്. അടിപൊളി സ്മെല്ലല്ലേ? രസമുണ്ട്, നല്ല പക്ക ബബിൾ കത്തിന്റെ സ്മെല്ലല്ല, ഒരു മധുരം കലർന്ന ബബിൾ കത്തിന്റെ സ്മെല്ല്. എന്താ നീ ഉപയോഗിക്കുന്നത് എനിക്കൊന്നും പറയില്ല. എന്താ ഇതിന്റെ പേരെന്ന്? ഇത് നല്ല പെർഫ്യൂമാണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് എന്താണ്, ലോങ് ലാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. ഈ ബ്രാൻഡ് വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. യൂഫോറിയ കാൽവിൻ ക്ലൈൻ ആണ് ബ്രാൻഡിൻ്റെ പേര്. പിന്നെ എൻ്റെ പെർഫ്യൂംസ് ഒക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ പുറത്ത് നോട്ട് മീ. അപ്പോൾ എന്താണ്, ആ ഒരു ബ്രാൻഡിൻ്റെ അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യം ഉപ്പയാണ് എനിക്ക് സെലക്ട് ചെയ്ത പെർഫ്യൂം. യെസ്. ഇനി എൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അത്യാവശ്യം ലാസ്റ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി എൻ്റെത് ഇതെല്ലാവർക്കും, എനിക്കൊന്ന് UAE എല്ലാവർക്കും അറിയുന്നുണ്ട്. ഊദ് വേൾഡ് കാണുന്നുണ്ടോ? ഊദ് വേൾഡിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള കുറേ ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിലത്തെ ഒന്നെടുത്തതാണ്. ഇതിൻ്റെ തന്നെ ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ്. വേറൊന്നുണ്ടായിരുന്നു ഭയങ്കര ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ 2-3 ഡേയ്സ് വരെ അത് നിൽക്കും. ഈവൻ നമ്മൾ അലക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്മെല്ല് അതിൻ്റെ അകത്ത് നിൽക്കും. ഇപ്പോൾ എൻ്റെ കസിന് സ്കൂളിൽ പോകുമ്പോൾ, എൻ്റെ സിസ്റ്റർ ഉണ്ട്, അവൾ സ്കൂളിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് പൊട്ടി. എന്താ ചെയ്യുക വേറെ. പക്ഷെ ഇത് അത്ര അടിക്കുന്ന അങ്ങോട്ടേക്കാ. ഞാൻ ഇവിടെ കയ്യിൽ പോയി അങ്ങോട്ടേക്ക് മൊത്തത്തിൽ മിക്സ് ആണ്. ഡ്രസ്സിനായിട്ട് അടിച്ചാലേ ഇങ്ങനെ ചെയ്യടാ. ഞാൻ ഈ തുണി മോശമില്ല. അത്ര ഇഷ്ടം. പക്ഷെ ഇതിൻ്റെ അല്ല, അതിൻ്റെ ഒരു റെഡ് കളറായിരുന്നു ബോട്ടില്. അപ്പൊ അത് അടിപൊളിയാണ്. ഇതും ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഉദ്വേൾഡ് അത്യാവശ്യം നല്ലതാണ്. ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്നവരാണ്. ചില ബ്രാൻഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ തപ്പിപ്പോ ആ ഒരു ബ്രാൻഡ് മേ ബി അതുപോലെ ആയിരിക്കും. യെസ്. ഇനി എൻ്റെ ലാസ്റ്റ് ഞാൻ കണ്ണ് വെച്ചത് ഇത് എൻ്റെ ഫാദർ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പെർഫ്യൂമാണ്. എനിക്ക് എല്ലാ പെർഫ്യൂമിൻ്റെ ഒന്നും എന്താണ് എമൗണ്ട് അറിയില്ല. പക്ഷെ എൻ്റെ കയ്യിൽ എനിക്ക് അറിയുന്നതിൽ വെച്ചിട്ട് എനിക്ക് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നത് ഇതാണ്. മേ ബി ഇതിനേക്കാൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. ഇത് ഞാൻ ഭയങ്കര റെയർ ആയിട്ട് യൂസ് ചെയ്യും. മീൻസ് ഇത് തീർന്നു പോയി പിന്നെ റീസ്റ്റോക്ക് ചെയ്യാന്ന് പറയുന്നത് ബഡ്ജറ്റൊക്കെ നോക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഷൂ, നമ്മുടെ ഗേൾസിന്റെ ഒരു ഷൂവിന്റെ മോഡലാണ്. കണ്ടോ, ഇതാണ് മൂടി വരുന്നത്. മൂടിയാണ് ഹീല്. കണ്ടോ, ടോപ്പ് മൂടി ഹീലായിട്ടാണ് ഉള്ളത്. ഇതൊരു ഗോൾഡൻ. ഇതെന്താ ടെക്സ്ചർ എന്നാ പുറത്ത്? ഗ്ലിറ്ററി ടൈപ്പാണ് ഇതിന്റെ ടെക്സ്ചർ എന്ന് വെച്ചാൽ ഈ ഗ്ലിറ്റർ ഇല്ലേ, നമ്മൾ ഒരു സാധനത്തിന്മേൽ ഗ്ലിറ്റർ ഒട്ടിച്ച പോലത്തെ ഒരു ടെക്സ്ചറാണ്. ഭയങ്കര ഇങ്ങനെ പക്ക നമ്മുടെ കാലിന്റെ ആ ഒരു ഷേപ്പ് പ്ലസ് ഹീല് ഇങ്ങനെയുള്ളത്. സ്മെല്ലിന്റെ സെഷൻ നമുക്ക് അവിടെ വെച്ചേക്കാം. കൈയൊക്കെ തടവി തരാൻ വേലക്കാരി എന്തായാലും നീ മോഹമല്ലി. നല്ല സ്മെല്ല് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂട്ടത്തില് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്മെല്ല് ഇതാണ്. കാണാനായാലും ബോട്ടിലിന്റെ ഷേപ്പും ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ കയ്യിലില്ലാത്തോണ്ട് എന്റേത് മാത്രമായിട്ട് ആവുമല്ലോ. എന്റെ കയ്യിലെ കളക്ഷൻസ് ഇതിനും അപ്പുറത്തുണ്ട് കേട്ടോ. പക്ഷേ ഇവളടുത്ത് കാണിക്കാനില്ലാത്തത് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. പാവാന്റെ അത്ര പെർഫ്യൂം ഒന്നും ഇല്ല. 2 പെർഫ്യൂം തരിക. പെർഫ്യൂം ഞാൻ എനിക്ക് ബാംഗ്ലൂരിൽ തന്നപ്പോ കൊടുത്തു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു അത്ര തന്നില്ല. ഒന്നും ഇവള് പറയൂല. ഞാൻ മറന്നു. ഓക്കെ. അപ്പൊ ഞാന് എന്റെ ഇത് കൂടാതെ എൻ്റെ അടുത്ത് അത്തർ ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലും ബാഗിൽ കൊണ്ടു നടക്കുക അത്തറാണ്. ബാഗിൽ കൂടുതലും കൊണ്ടു നടക്കുക അത്തറാണ്. കാരണം എൻ്റെ അടുത്ത് ഉള്ളതൊക്കെ ഹെവിയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ബാഗിൽ കൊണ്ടു നടക്കുക. ചില പെർഫ്യൂം ആണ് നമുക്കിപ്പം കൊണ്ടു നടക്കാൻ പറ്റുന്നത്. ഇതാണെങ്കിൽ ഫ്ലോപ്പ് സ്മെല്ല്. ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. വന്നോട്ടെ ആകെ കൂടി അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറെ അത്ര ഉണ്ട് കേട്ടോ. എൻ്റെ വിറ്റാണ് ഉണ്ട്. അപ്പൊ
ഇതൊക്കെയാണ് ഞങ്ങളുടെ പെർഫ്യൂം കളക്ഷൻസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഏകദേശം, അതായത് ഓരോരോ ആൾക്കാർക്കും ഓരോരോ സ്മെല്ലുകളോടായിരിക്കും ഇഷ്ടം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നില്ല. അതുപോലെ ഞങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യണം എന്നില്ല. അങ്ങനെയുണ്ട്. ഡിപ്പെൻസ് ആണ്, നമ്മുടെ സ്വെറ്റ് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ലാസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, അതെനിക്ക് പുതിയൊരു അറിവായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നിങ്ങൾ വാങ്ങിക്കുക, ട്രൈ ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഒരുപാട് പെർഫ്യൂം വാങ്ങിക്കുന്ന ആൾ ഒന്നുമല്ല. അങ്ങനെ എനിക്കൊരു പെർഫ്യൂം കളക്ഷൻ അല്ലെങ്കിൽ പെർഫ്യൂമിനോട് ഒരു അഡിക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പൊതുവെ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ സ്മെല്ല് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത് അത് തീരുന്ന സമയത്ത് ഞാൻ അടുത്ത വാങ്ങിക്കും. ഞാൻ നേരെ ഓപ്പോസിറ്റ്, ഒന്ന് തീർന്നതിന് അടുത്തത് ട്രൈ ഔട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങളത് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ എന്തായാലും അത് ചെയ്തിരിക്കും. അപ്പം ശരി, ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.